തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷിച്ച വിധിയാണ് വന്നത്. അത് കോടതി എല്ലാ തരത്തിലും വളരെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് അത് വിശദീകരണം നടത്തിയിട്ട് അത് ഒരു റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസ് കാറ്റഗറിയിലുള്ള കേസാണെന്ന് കണ്ടെത്തുകയും അതുകൊണ്ട് അതൊരു ക്യാപിറ്റൽ പണിഷ്മെന്റ് അല്ലാതെ മറ്റൊരു പണിഷ്മെന്റ് കൊടുത്താലും നീതിപൂർവമാകില്ല എന്ന് കോടതി കണ്ടെത്തിയത് വളരെ വിശദമായിട്ട് 568 പേജുള്ള ഒരു വിധിന്യായത്തിൽ എല്ലാം വിശദീകരിച്ച് അത് പറഞ്ഞിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും അത് ഒരു സ്റ്റേറ്റിന് വേണ്ടിയിട്ട് പ്രോസിക്യൂട്ടർ എന്ന രീതിയിൽ ഞാനത് കോടതിയിൽ പ്രസന്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചു എന്ന് പറയുന്നത് തന്നെ അതൊരു വലിയ അഭിമാനമായിട്ട് തന്നെ കാണുന്നു. അതിന് എനിക്ക് എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ വളരെയധികം ചാരിതാർത്ഥ്യമുള്ളൊരു കാര്യമാണ്. സംസ്ഥാനത്തെ രണ്ടാമത്തെ പെൺകുട്ടിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. തീർച്ചയായിട്ടും ഇത്രയും പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിക്ക് മുമ്പ് ഒരു വധശിക്ഷ വന്നതായിട്ട് ഞാൻ കരുതുന്നില്ല. വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. ആദ്യത്തെ പോയിസണിങ് കേസിലെ ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ പോയിസൺ ചെയ്ത് കൊലപ്പെടുത്തിയ ഒരു ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടിയുടെ കേസ് ഗ്രീഷ്മയുടേതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അവർക്ക് ഈ ഷാരൂൺ രാജിന്റെ കുടുംബത്തിന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ ഒരു കേസ് മനസ്സിലേറ്റെടുത്തത് കേരള മനസാക്ഷി, മൊത്തം മലയാളി മനസാക്ഷിയാണ് ഈ കേസ് ഏറ്റെടുത്തത്. അത് തന്നെയാണ് അവർക്ക് എല്ലാവർക്കും ഒരു നീതി ലഭിച്ചു എന്നുള്ള ഒരു സത്യസന്ധമായിട്ടുള്ള എക്സ്പ്രഷനാണ് മാതാപിതാക്കളിൽ നിന്ന് കോടതിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത്. താങ്ക് യു.